ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നീതൂസ് ഇൻ ന്യൂസിലാൻഡ്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തൊരു ഡേ ആണ്. അതായത് ഗേൾസ് ഓൺലി ട്രിപ്പാണ്. അപ്പോൾ അവരെന്നെ പിക്ക് ചെയ്യാൻ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. അപ്പോൾ യാത്രക്കിടയിലെ കുറച്ച് കാഴ്ചകളാണ്. നമ്മൾ ഇപ്പോൾ യാത്ര പോകുമ്പോൾ റഹ്മാൻ സോങ്സൊക്കെ വെച്ച് ഇങ്ങനെയുള്ള വഴി കൂടിയൊക്കെ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. എന്താ പറയുക, ന്യൂസിലാൻഡിലെ റോഡുകളും റോഡരികത്തെ കാഴ്ചകളെല്ലാം ഒത്തിരി ബ്യൂട്ടിഫുള്ളാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വിശന്ന് തുടങ്ങി. കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. ടൂറിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ആയിരുന്നു. അപ്പോൾ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഒന്ന് ഡൗൺ ആയപ്പോൾ വീണ്ടും വിശപ്പിൻ്റെ വിളി തുടങ്ങി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ചെറിയൊരു ഷോപ്പിൽ നിർത്തി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് കിട്ടും. അതായത് ബർഗർ, പിന്നെ ഐസ്ക്രീം ഹോം മെയ്ഡാണ്. എല്ലാ ഫ്ലേവറും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും ചൂസ് ചെയ്തത് മാംഗോ ഫ്ലേവർ ആയിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കും. ഒത്തിരി മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിയർ, ബനാന, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, കിവി അങ്ങനെ എല്ലാ ഫ്ലേവേഴ്സും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മാംഗോ ആകുമ്പോൾ കുറച്ചെങ്കിലും മാംഗോൻ്റെ മധുരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മാംഗോ ഓർഡർ ചെയ്തത്. നല്ല ഐസ്ക്രീം ആയിരുന്നു. പിന്നെ നമ്മൾ ഒത്തിരി ഉണ്ടായിരുന്നു. അത് കഴിച്ച് കഴിയാനായിട്ട് നമ്മളിങ്ങനെ നിന്ന് വർത്തമാനം പറഞ്ഞ്, അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ആ ഷോപ്പിൻ്റെ ബാക്കിലെ സ്ഥലം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി. അപ്പോൾ ബാക്കിൽ അവിടെ ഒരു പീച്ച് ട്രീ ഉണ്ടായിരുന്നു. ഒത്തിരി പീച്ച് ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു, താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ പറിക്കരുതെന്ന് എഴുതി വെച്ച കാരണം നമ്മൾ പറിച്ചില്ല. പക്ഷേ എന്താ പറയുക, എല്ലാം പഴുത്ത് തുടുത്ത് നിൽക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ യാത്ര പുറപ്പെട്ടു. അപ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കണ്ടത്. അതായത് ഒരു ഇളം മഞ്ഞ നിറത്തിലെ ഇലകളുള്ള ട്രീകൾ അപ്പുറം ഇപ്പുറം റോഡിൻ്റെ അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ കുറേ യാത്ര ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. അതുകൊണ്ട് കുറച്ച് അതിൻ്റെ വീഡിയോസ് എടുത്തു. പിന്നെ നമുക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി കാറിലിരുന്നിട്ട്. അപ്പോൾ നമ്മൾ കുറേ ചിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതും തീറ്റ തുടങ്ങി. അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു ഡെസ്റ്റിനേഷനിലെത്തി. വേറെ ഒന്നുമല്ല, സൺഫ്ലവർ ഫാമിലാണ് നമ്മൾ പോയത്. അൺഫോർച്ചുനേറ്റ്ലി അത് ക്ലോസ്ഡ് ആയിരുന്നു അന്നത്തെ ദിവസം. ശരിക്കും ഈ ഫാമിൽ വരുമ്പോൾ നമ്മൾ മുന്നേ വിളിച്ച് ബുക്ക് ചെയ്തിട്ടൊക്കെ വേണം വരാം. നമുക്കതറിയില്ലായിരുന്നു. നമ്മളിപ്പോൾ ന്യൂസിലാൻഡിൽ വില്ലിംഗ്ടണിലാണുള്ളത്. അപ്പോൾ ഒരു 1.5 അധികം ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മളവിടെ എത്തിയത്. നമ്മൾ അത്രയ്ക്ക് വിഷമമായി പോയി അത് ക്ലോസ്ഡ് ആണെന്ന് അറിഞ്ഞപ്പോൾ. പക്ഷേ നമ്മളവിടെ തളരില്ല രാമൻകുട്ടി. അപ്പോൾ നമ്മൾ അവരുടെ നമ്പർ എടുത്തിട്ട് വിളിച്ച് ചോദിച്ചു, ഞങ്ങളിങ്ങനെ ഇത്ര അകലെന്ന് വന്നതാണ്, അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്താൽ മതി, അപ്പോൾ അതൊന്ന് അലോ ചെയ്യുമോയെന്ന്. ഒത്തിരി നല്ല ആളുകളായിരുന്നു. അവർ ഓക്കെ പറഞ്ഞു. നമ്മൾ ആ സമയത്താണ് നമ്മൾ ഇതിൻ്റെ എൻട്രി എവിടെയാണ്, കാരണം അതിൻ്റെ എന്താ പറയുക, എൻട്രിയിലുള്ള ഗേറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ മതിൽ ചാടിയാലോ എന്നൊക്കെ, ആകെ ഏത് മതിൽ ചാടും, എവിടത്തെയാണ് ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ മതിലെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ വഴി ഞങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങൾ കാണണത്. നല്ല രസമായിരുന്നു. നട്ടുച്ച നേരമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ക്യാമറയിൽ ആ ഒരു സൂര്യൻ്റെ ആ വെയിൽ കാരണം ഒത്തിരി ഭംഗി കിട്ടിയിട്ടില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമായിരുന്നു. പൂവുകളൊക്കെ ഭയങ്കര ഫ്രഷും അതിൻ്റെ ആ ഒരു മഞ്ഞ നിറവും ഒക്കെ എന്താ പറയുക, വളരെയധികം നല്ലതായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു, റീൽസ് ചെയ്തു. അവിടെ റീൽസ് ചെയ്യാൻ പാകത്തിന് അവർ കുറേ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ ഡോറ് തുറന്ന് പോകുമ്പോൾ നമ്മൾ കുറേ സൺഫ്ലവേഴ്സ് കാണാം. പിന്നെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു, അതിലിരുന്ന് കുറേ റീൽസ് ചെയ്തു. അങ്ങനെ അടിപൊളിയായിരുന്നു. പിന്നീടാണ് നമ്മുടെ ഉച്ചഭക്ഷണം. അപ്പോൾ ഞങ്ങൾ മുന്നേ പ്ലാൻ ചെയ്തായിരുന്നു ഉച്ചഭക്ഷണം നമുക്ക് ഇലയിലെടുക്കാം, ഒരു നൊസ്റ്റാൾജിക് ഫീലിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും 4 പേരും വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കരുതിയിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ കഴിച്ചു, വയറ് നിറച്ചും കഴിച്ചു. അപ്പോൾ ആ ഫാമിൻ്റെ തൊട്ട് അടുത്തുള്ള ഒരു
പുല്ല് മൈതാനത്തിലാണ് നമ്മളിരുന്ന് ഫുഡ് കഴിച്ചത്. അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടില്ലേ. പിന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ അവരോട് വിളിച്ച് നമ്മൾ താങ്ക്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇനി വരുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വരണം. അപ്പോൾ ഇവിടെ എന്തോ അവരുടെ ഒരു സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്തോ ഇവരുടെ ഷോയൊക്കെ ഉണ്ട്. അപ്പം അത് ബുക്ക് ചെയ്തിട്ട് വരണം. അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ ബൈ ബൈ പറഞ്ഞു അവിടെ നിന്ന് നമ്മൾ വിട്ടു. ഇനി എന്തായിരിക്കും ഒരു ഗേൾസ് ഓൺലി ട്രിപ്പിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം, ഫുഡ് കഴിഞ്ഞാൽ പിന്നെ ഷോപ്പിംഗ്. അങ്ങനെ നമ്മൾ അവിടെ അടുത്തുള്ളൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലെത്തി. അപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സിലെത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബാക്കിലുള്ളവരെയും മുന്നിലുള്ളവരെയും ആരും കാണാൻ പറ്റില്ല. ഒറ്റ നടത്താണ്. ഫുഡൊന്നല്ല, എല്ലാ പെണ്ണുങ്ങളുടെ പോലെ തന്നെ എനിക്ക് ക്ലോത്ത്സ് അങ്ങനത്തെ അക്സസറീസിലൊക്കെയാണ് കമ്പം. ഫുഡ് പിന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഉച്ചഭക്ഷണം വയറ് ഫുൾ നിറച്ച് കഴിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ അവരെന്നെ വിളിക്കുകയാണ്, നമ്മളൊന്നും പരിചയമില്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം സമയം കളയാതെ പോരേന്ന്. അങ്ങനെ ഞങ്ങൾ കേമാർട്ടിലെത്തി. ഇവിടെ ഒരു കേമാർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടണ എല്ലാം, എന്താ പറയുക, ക്ലോത്തിങ്സ് ആയാലും ആക്സസറീസ്, കിഡ്സിൻ്റെ ടോയ്സ്, കിച്ചൺ ഐറ്റംസ്, അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ്. പിന്നെ ഇടയ്ക്ക് നല്ല നല്ല അമേസിങ് ആയിട്ടുള്ള ഓഫേഴ്സും ഉണ്ടാവാറുണ്ട് അവിടെ. അപ്പോൾ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ കുറച്ചൊക്കെ ഞങ്ങൾ ഷോപ്പ് ചെയ്തു. അവിടെ ചെരുപ്പിനൊക്കെ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എത്തിയത് ഒരു പാർക്കിലാണ്. അപ്പോൾ നമുക്ക് ഉച്ചഭക്ഷണം കഴിഞ്ഞ ചായക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പാർക്കിലാണ് എത്തിയത്. അപ്പോൾ അവിടെ ഒരു ചേഞ്ചിങ് റൂമിൽ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അങ്ങനെ നമ്മൾ സ്റ്റൗവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ വെച്ചു, പിന്നെ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു റീലിന് വേണ്ടി ചെയ്തതാണ് ഈ ചായ. ഇത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് ഒഴിച്ചതെന്നറിയോ. അങ്ങനെ എന്താ പറയുക, വളരെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു അത്. ഇനി ഇങ്ങനത്തെ കുറച്ച് ട്രിപ്പുകൾ നമുക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരെന്നെ തിരിച്ചു കൊണ്ടാക്കി. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.